എംഡികെ ടാരോട്ട് ചാനലിൽ ഇന്ന് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ടാവുമോ എന്ന് നമുക്ക് നഷ്ടപ്പെട്ട് കരുതുന്നു എന്ന് പറയുന്ന വ്യക്തി അത് ആരുമായിക്കോട്ടെ നമ്മൾക്ക് അവരുമായിട്ട് ഒരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നമ്മളിന്ന് നോക്കുന്നത്. അപ്പം എല്ലാവരും റീയൂണിയൻ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇതാണ് സ്പ്രെഡ് നമുക്ക് വന്നിരിക്കുന്നത്. ഒരു ഓൾ ഓവർ എനർജി എന്ന് പറയുന്നത് ഇതൊരു റീയൂണിയൻ ഉണ്ടാകുമോ എന്നാണ് നമ്മൾ ചോദിച്ചത്. ഇതൊരു മേജർ ആർക്കാന കാർഡായ ദ ഹീറോഫന്റ് കാർഡ് വന്നിട്ടുണ്ട്. ദ ഹീറോഫന്റ് കാർഡിലൂടെ നമുക്ക് പറഞ്ഞത് ഇതൊരു പ്രപഞ്ച നിർണയമായ ഒരു റീയൂണിയൻ ആണ്. അപ്പൊ അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കും എന്നാണ് പറയുന്നത്. അതുപോലെ പേജിന്റെ കാർഡ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പം റീയൂണിയൻ ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ കാർഡ് പേജ് ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഇത്ര ദൂരത്ത് നിൽക്കുവാണെങ്കിലും ആ വ്യക്തി ശക്തമായി നിങ്ങളെ ആഗ്രഹിച്ചും ആ വ്യക്തി ശക്തമായി നിങ്ങൾ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മെസ്സേജോ കോളോ ഒന്നും ചെയ്യുന്നില്ല എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വ്യക്തിയുടെ മനസ്സിൽ എപ്പോഴും നിങ്ങളെ പറ്റിയുള്ള ചിന്തകൾ വരുന്നുണ്ട്. ചിലപ്പോൾ സാഹചര്യമാകാം നിങ്ങളെ ആ വ്യക്തി കോണ്ടാക്ട് ചെയ്യാത്തതിന് കാരണം എന്നാണ് ഇത് പറയുന്നത്. അധികം താമസിയാതെ നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നാണ് ഈ കാർഡ് നമുക്ക് യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ആ വ്യക്തി അത്രമാത്രം നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ആണ്. ഇഷ്ടമില്ലാഴിക ഒന്നുമില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ അവരുടെയോ അപ്പൊ ആ സ്ത്രീയുടെയോ സാഹചര്യം കൊണ്ട് നിങ്ങളെ അവർക്ക് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ്. അധികം താമസിയാതെ അവരുടെ ത്രൂ ഒരു കമ്മ്യൂണിക്കേഷൻ വരുമെന്നാണ് ആദ്യത്തെ കാർഡ് പറയുന്നത്. രണ്ടാമത്തെ കാർഡ് സ്ട്രെങ്ത്തിന്റെ കാർഡാണ് വന്നിരിക്കുന്നത്. സ്ട്രെങ്ത്തിന്റെ കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ കുറച്ച് മാനസികമായിട്ട് കുറച്ചുകൂടൊക്കെ ഒന്ന് ഒരു സ്ട്രെങ്ത് ആക്കാൻ വേണ്ടിയാണ് പ്രപഞ്ചം ഈ ഒരു സെപ്പറേഷൻ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് ഉള്ളതാണ് എന്നാണ് പറയുന്നത്. പ്രപഞ്ചം സെപ്പറേഷൻ എന്തിനാ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയുടെ വാല്യൂ നമുക്ക് അറിയണമെങ്കിൽ ആ വ്യക്തിയുമായി ഒരു കോണ്ടാക്റ്റും ഒന്നും ഇല്ലാതെ നിന്നെങ്കിൽ മാത്രമേ ആ വ്യക്തിയുടെ വില നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പം എന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ ഇവരെന്തിനാ എപ്പോഴും വിളിക്കുന്നത് എന്നൊരു വിചാരമേ നമുക്ക് കാണത്തുള്ളൂ. അപ്പോൾ അധികം കോണ്ടാക്ട് ചെയ്യാതെ അപ്പൊ നിങ്ങളെയൊക്കെ ഇടയിൽ ആ സെപ്പറേഷൻ പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്ത് എന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ ഇനിയും കുറച്ചുകൂടി മാനസികമായി ശക്തആക്കാനുണ്ട് എന്നാണ് പ്രപഞ്ചം നമുക്ക് പറഞ്ഞു തരുന്നത്. അതിനുശേഷം വിജയശ്രീ ലാളിതനായി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന ഒരു എനർജിയാണ് സിക്സ് ഓഫ് വാൺസ് പറഞ്ഞു തരുന്നത്. അപ്പം നിങ്ങൾ മാനസികമായിട്ട് തയ്യാറായതിനു ശേഷം മാത്രമേ ആ വ്യക്തിയുടെ വരവുണ്ടാവുകയുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ പ്രപഞ്ചം എന്താണ് നമുക്ക് പറഞ്ഞു തരുന്നത്? നിങ്ങൾ നിങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക, നിങ്ങളെ വളർത്തുക, നിങ്ങളുടെ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്നാണ് പ്രപഞ്ചം നിങ്ങൾക്ക് ഈ സ്പ്രെഡിലൂടെ പറഞ്ഞു തരുന്നത്. അപ്പം ഈ വ്യക്തി അങ്ങനെ ആ മെന്റലി സ്ട്രെങ്ത് ആയതിനു ശേഷം മാത്രമേ ഈ വ്യക്തി നമ്മളിലേക്ക് വന്നെടുക്കൂ എന്നാണ് ഇത് ഈ സ്പ്രെഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പം ക്വീൻ ഓഫ് പെന്റക്കിളിന്റെ എനർജിയാണ്. അപ്പം പിന്നെ ആ വ്യക്തി വന്നതിന് ശേഷം ഇപ്പം ഈ രണ്ട് ഭാഗത്തു നിന്നും പൈസയിൽ ഒത്തിരി കോൺസെൻട്രേഷൻ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അവർക്കും പണമില്ല, ഈ ഓപ്പോസിറ്റ് സൈഡിനും പണമില്ലാത്ത ഒരു അവസ്ഥയാണ്. അപ്പം ആ വ്യക്തി ആ സാഹചര്യത്തിൽ പോയതിനും പൈസ എന്നൊരു മാനദണ്ഡമുണ്ട്. അപ്പോൾ ഈ വ്യക്തി ഈ സാഹചര്യത്തിൽ നിന്നായാലും പൈസ ഉണ്ടാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം ഈ രണ്ട് സാഹചര്യത്തിലും പൈസ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പം ഈ രണ്ട് ഭാഗത്തു നിന്നും പൈസ എങ്ങനെ ഉണ്ടാക്കാം, പൈസ എങ്ങനെ നമ്മൾ വരുന്ന വ്യക്തിയെ നല്ലതായിട്ട് നോക്കാം,
അങ്ങനെ പൈസ ഉണ്ടാക്കാനും വേണ്ടിയിട്ടും ഒരു ടൈം ടേക്കിങ്ങും നമുക്ക് പ്രപഞ്ചം ക്രിയേറ്റ് ചെയ്തതായിട്ട് നമുക്ക് ഈ ക്വീൻ ഓഫ് പെന്റക്കിൾ എന്ന എനർജിയിലൂടെ കാണിക്കുന്നുണ്ട്. പിന്നെ 9 ഓഫ് കപ്സിന്റെ എനർജിയാണ് സ്പ്രെഡിൽ അടുത്തായിട്ട് വന്നിരിക്കുന്ന കാർഡ്. അപ്പൊ അളവ് 5ാമത്തെ കാർഡ് 9 ഓഫ് കപ്പിന്റെ എനർജിയാണ്. അപ്പം ആ വ്യക്തി ഒന്നും അധികം മിണ്ടുന്ന ഒരാളല്ല ആ വ്യക്തി. പക്ഷെ ഈ സ്നേഹത്തിൽ അവർ തൃപ്തരാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്, അവരെ കാര്യമായിട്ട് നോക്കുന്നുണ്ട് എന്നൊക്കെ ഓർക്കുമ്പം അവര് വളരെ തൃപ്തയായിട്ടുള്ള ഒരു ബന്ധം, തൃപ്തനായിട്ടുള്ള ഒരു ബന്ധമാണ് ഇത്. പക്ഷേ ഈ വ്യക്തിയെ നമുക്ക് ഇത് ചെയ്താൽ അറിയാം, ആ വ്യക്തി സമ്പൂർണ്ണ തൃപ്തനാണ് എങ്കിലും പല കാര്യങ്ങളും നിങ്ങളോട് തുറന്നു പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്ന് പറഞ്ഞാൽ ആ വ്യക്തി ഒരുപക്ഷെ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളാകാം, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിഗത ജീവിതത്തിന്റെ സ്ട്രക്ചർ ആവാം, ഒന്നും നിങ്ങളോട് ഇതുവരെ തുറന്നു പറയാൻ ആ വ്യക്തി മുന്നോട്ട് വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ് എന്നാണ് ഈ കാർഡ് നമുക്ക് പറഞ്ഞു തരുന്നത്. പക്ഷെ സ്നേഹം കൊണ്ട് ആ വ്യക്തി സംതൃപ്തനാണ് താനും. അപ്പോൾ 6ാമത്തെ കാർഡായ ദി ഹീറോ പെന്റ് പറയുന്നത് ഇതൊരു ഡിവൈൻ റിലേറ്റഡ് കണക്ഷൻ ആണ്, യൂണിവേഴ്സായിട്ട് കൊണ്ടുവന്ന ഒരു കണക്ഷൻ ആണ് ഇത്. അപ്പം ഈ ഡിവൈൻ റിലേഷൻ ഇത് റിയൂണിയൻ ഉണ്ടായ ശേഷം ഇത് സ്പിരിച്വൽ കണക്ഷനായിട്ട് ഇത് മുന്നോട്ടേക്ക് ശക്തമായി പോകുമെന്നാണ് യൂണിവേഴ്സ് നമുക്ക് കാട്ടിത്തരുന്നത് ഈ കാർഡിലൂടെ. എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ വ്യക്തി നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പൈസ ബേസിയുള്ള ചെയ്തുള്ള ഒരു ജോലിയാവാൻ ചെയ്യുന്നത്, ഒരു സാഹചര്യമാവാൻ ഉള്ളത്, അങ്ങനെ അങ്ങ് പോയ വ്യക്തിയാണെങ്കിൽ കൂടി തിരികെ വന്നതിന് ശേഷം ഈ വ്യക്തി ഒരു സ്പിരിച്വൽ കണക്ഷൻ, ഒരു സ്പിരിച്വൽ പേഴ്സൺ ആവാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഈ കാർഡ് മൂലം നമുക്ക് പറഞ്ഞു തരുന്നത്. ഈ സ്പിരിച്വൽ പേഴ്സൺ എന്ന് പറയുമ്പോൾ മറ്റുള്ളവരെ ഉപദേശിക്കുക, അങ്ങനെയൊക്കെയുള്ള ഒരു എനർജി ഉള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഡിവൈൻ റിലേറ്റഡ് ഒരു മനുഷ്യനായി മാറാനും ആ മനുഷ്യനിലൂടെ പലർക്കും പല ഉപദേശങ്ങളും കൊടുത്ത് മുന്നോട്ട് പോകാനും ചാൻസ് ഉണ്ട്. അപ്പൊ അത് യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സെപ്പറേഷനുമാണ്, യൂണിവേഴ്സായിട്ട് തരുന്ന ഒരു സ്പിരിച്വൽ കണക്ഷനുമാണിത്. അപ്പൊ ഇപ്പൊ ഒരു കോണ്ടാക്ട് ഇല്ലാത്ത വ്യക്തിയാണെങ്കിലും നാളെ കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും, ഈ കണക്ഷൻ മുന്നോട്ട് പോവുകയും ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പോൾ റീഡിംഗ് നിങ്ങൾക്ക് റെസിനേറ്റഡും ഇഷ്ടവുമായെന്ന് കരുതുന്നു. താങ്ക് യു.